ഹായ്, കഴിഞ്ഞ ദിവസം നമ്മളൊരു ചുരിദാർ വെട്ടുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് ആ ചുരിദാർ തയ്ക്കുന്ന വീഡിയോ ആണ്. അതിനായിട്ട് നമുക്ക് ആദ്യം ഇത് നമ്മൾ കഴുത്തിൽ ഒട്ടിക്കുന്ന സ്റ്റിപ്പാണ്. ഈ സ്റ്റിപ്പ് എന്തോരം എടുക്കണമെന്ന് അറിയാനായിട്ട് നമുക്കറിയാം, നമ്മൾ കൊടുത്തേക്കുന്ന കഴുത്തിൻ്റെ വീതി എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. ഈ 3 ഇഞ്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡബിൾ വരും, 6 ഇഞ്ച് വീതി വരും. ഈ 6 ഇഞ്ച് വീതിയും നമുക്ക് വേണ്ടുന്നത് 5 ഇഞ്ച് ഇറക്കുക. അപ്പോൾ 6 ഇഞ്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ 6 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് ഇവിടെ എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ 7, 1 ഇഞ്ച് ഈ സൈഡ് എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ 8. അപ്പോൾ നമുക്ക് 6 ഇഞ്ച് നെക്കാണെങ്കിൽ 8 ഇഞ്ച് സ്റ്റിപ്പ് വേണം. അതേപോലെ 5 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത് എങ്കിൽ 6 ഇഞ്ച് നമുക്ക് സ്റ്റിപ്പ് വേണം. അപ്പോൾ നമുക്ക് വേണ്ട സ്റ്റിപ്പിൻ്റെ വീതി എന്ന് പറയുന്നത് 8/6. 6 ഇഞ്ചാണ് നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത്. നമുക്ക് വേണ്ട നെക്കിൻ്റെ ലെങ്ത്ത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് 6 ഇഞ്ച്. ഇനി നമുക്ക് വേണ്ടുന്ന വീതി എന്ന് പറയുന്നത് 8 ഇഞ്ച്. ആ 8 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യാം. ഇതാണ് 8 ഇഞ്ച്. ഇതിങ്ങനെ താഴോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഈ പീസാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ പീസ് മുറിച്ചെടുക്കാം. നമ്മൾ ചീത്ത സൈഡ് എടുത്ത് ഇങ്ങനെ ഇട്ട്, ചീത്ത സൈഡ് ഇട്ടിട്ട് പശയുള്ള സൈഡ് നമുക്കിതേ ഇങ്ങനെ കറക്റ്റായിട്ട്, ഇതിപ്പോൾ കറക്റ്റായിരിക്കും. ഇത് ഇങ്ങനെ ചെയ്താൽ മതി. ഇതുണ്ട, ഇതിൻ്റെ സെൻറ്ററിൽ നമ്മളിങ്ങനെ ഒരു മടക്ക് കൊടുക്കുക. അപ്പോൾ അത് 2 സൈഡ് ഈക്വലായിട്ട് വരും. എന്നിട്ട് നമുക്ക് ആ സ്റ്റിപ്പ് അനങ്ങാതിരിക്കാനായിട്ട് ഒരു മുട്ട സൂചി ഇവിടെ കുത്തി കൊടുക്കാം. ഒരെണ്ണം കൂടെ ഞാൻ കുത്തി കൊടുക്കുന്നുണ്ട്, ആ പൊസിഷൻ മാറാതിരിക്കാനാണ്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇത് കണ്ട, ആ 1 ഇഞ്ചിൽ നിന്ന് നമുക്കിങ്ങനെ ആ കഴുത്തിൻ്റെ ഷേപ്പിൽ നമുക്കിങ്ങനെ ഒന്ന് വളച്ച് വരച്ചു കൊടുക്കാം 2 സൈഡിൽ നിന്ന്. എന്നിട്ട് നമുക്ക് ആ എക്സ്ട്രാ ഉള്ളത് നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ഈ സ്റ്റിപ്പ് ഇതിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ അയൺ ചെയ്യാം. ഇങ്ങനെ അയൺ ചെയ്യുമ്പോഴത്തേക്ക് ഈ സ്റ്റിപ്പ് ഇതിനകത്ത് ഒട്ടിപ്പിടിക്കും. ഇത് വേണ്ട, നമ്മൾ ആ സ്റ്റിപ്പ് അയൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ എക്സ്ട്രാ പീസ് ഇത് നമ്മൾ മുറിച്ച് മാറ്റണം. നമുക്ക് ഈ ചുരിദാറിൻ്റെ അതേപോലെ ഒരു പീസ് എടുക്കുക. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ പീസ് ഇല്ലായിരുന്നു, ചെറിയ പീസാണ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കഴുത്തിൻ്റെ വീതി കിട്ടാൻ വേണ്ടി 2 പീസിനെ ജോയിൻറ്റ് ചെയ്തെടുത്തേക്കുക. കാരണം തുണി കുറവായിരുന്നു. ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വയ്ക്കണം. ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു മുട്ട സൂചി കുത്തി കൊടുക്കാം. ഈ സൈഡും നമ്മൾ സ്റ്റിപ്പ് ഒട്ടിച്ചതിനേക്കാളും 1 ഇഞ്ച് തുണി എക്സ്ട്രാ ഉണ്ടാവണം 3 വശത്തും. എന്നിട്ട് ബാക്കി വരുന്നത് നമുക്ക് ഇവിടുന്ന് മുറിച്ച് കളയാം. ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നെക്കിൻ്റെ അവിടുന്ന് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ ചുറ്റും ഈ ഷേപ്പിൽ നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ചുമ്മാ കൊണ്ടുപോയി തയ്ച്ചെടുക്കത്തേ ഉള്ളൂ. ഇതിങ്ങനെ 1/4 ഇഞ്ച് നമുക്കിങ്ങനെ റൗണ്ടിലിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നിങ്ങൾ നന്നായിട്ട് ആ 1/4 ഇഞ്ച് കറക്റ്റായിട്ട് ഇതാക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പേന കൊണ്ട് വരയ്ക്കുക. അപ്പോൾ കറക്റ്റായിട്ടിരിക്കും. ഇതിപ്പോൾ ചോക്ക് കൊണ്ട് എടുക്കുമ്പോൾ അത്ര ഇതായിരിക്കില്ല. 1/4 ഇഞ്ച് ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ വരച്ചതിൽ കൂടെ തയ്ച്ചു കൊടുക്കുക. ഇത് 1/4 ഇഞ്ചിൽ കൂടെ നമുക്കിങ്ങനെ തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ 1/4 ഇഞ്ച് കഴുത്ത് റൗണ്ട് ചെയ്ത് തയ്ച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്ക് സൈഡിൽ നിന്ന് ഇവിടെ നിന്നൊരു 1.5 ഇഞ്ച് കൊടുക്കുക. എന്നിട്ട് ആ 1.5 ഇഞ്ച് റൗണ്ടിൽ നമ്മളിങ്ങനെ ചുറ്റും ഇങ്ങനെ വരച്ചു കൊടുക്കുക. ആ റൗണ്ട് ഷേപ്പിൽ, ആ നെക്കിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് നമുക്കത് എക്സ്ട്രാ വെട്ടി മാറ്റണം. എന്നിട്ട് നമുക്കത് ഈ എക്സ്ട്രാ ഉള്ളത് ഇങ്ങനെ വെട്ടി മാറ്റാം. എക്സ്ട്രാ വന്നത് വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ തിരിച്ചു വയ്ക്കുക. തിരിച്ചു വെച്ചിട്ട് ഈ സൈഡിൽ നിന്നും എക്സ്ട്രാ ഉള്ളത് വെട്ടി മാറ്റുക.
ഇതുപോലെ തന്നെ നമ്മൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് വശവും ചെയ്തിട്ടുണ്ട്. സെയിം പ്രോസസ്സ് തന്നെ ബാക്കിൽ ചെയ്ത്. ഇത് നമ്മൾ ഈ കഴുത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ ആ ഷേപ്പിൽ നമ്മൾ ഇങ്ങനെ മുറിച്ച് കൊടുക്കുന്നു. ഇത് ഫ്രണ്ട് പീസ് അതേപോലെ നമ്മൾ ആ ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് തിരിച്ച് വയ്ക്കുക. തിരിച്ച് വെച്ചിട്ട് ഈ സൈഡിൽ നിന്ന് നമുക്ക് വേണ്ടാത്തത് മുറിച്ച് മാറ്റുക. എക്സ്ട്രാ പോർഷൻ ആവശ്യമില്ല. ഫ്രണ്ട് നെക്കും നമ്മൾ അതേപോലെ തന്നെ ആ ബാക്ക് നെക്കിൽ ചെയ്ത സെയിം പ്രോസസ്സ്. ആദ്യം സ്റ്റിപ്പ് ഒട്ടിച്ചു, പിന്നെ ഒരു അഡീഷണൽ തുണി നല്ല വശത്തോട് നല്ല വശം ചേർത്ത് വെച്ചു, എന്നിട്ട് പിൻ ചെയ്തു, 1/4 ഇഞ്ച് നെക്കിൻ്റെ ഷേപ്പിൽ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതും തയ്ച്ചെടുക്കാം. ഫ്രണ്ട് പീസ് നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തും ഈ ബാക്കിൽ നിന്ന് ഈ തുണി ആ ഷേപ്പിൽ മുറിച്ചിട്ട് ബാക്കി കളയണം. ഇവിടുന്നൊരു 1 ഇഞ്ച് 1.5 ഇഞ്ച് മതി. 1 ഇഞ്ച് അളവിൽ നമുക്ക് ഇങ്ങനെ ആ ഷേപ്പിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ വരച്ച് വെട്ടി മാറ്റാം. ഇതുപോലെ ഇങ്ങനെ 1/4 ഇഞ്ച് വീതിയിൽ ചുറ്റും ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കണം. ഒറ്റ മടക്കാവുള്ളേ. ഇതുപോലെ ബാക്ക് പീസും ചെയ്യാം, ഫ്രണ്ട് പീസും ചെയ്യാം. നമുക്ക് ചെയ്തിട്ട് വരാം. നമ്മളിപ്പോൾ കണ്ട ഇവിടെ കഴുത്തിന് നമ്മൾ വെച്ച് ജോയിൻ്റ് ചെയ്ത പീസ് 1/4 ഇഞ്ച് റൗണ്ടിൽ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ പീസ് കഴുത്തിൻ്റെ അകത്തേക്കാക്കി ഇങ്ങനെ പിടിച്ചിട്ട് ഈ അരികിൽ കൂടെ, അതായത് ഈ തുണിയിലല്ല, നമ്മൾ വെച്ചടിച്ച പീസിൽ തയ്യൽ വീഴുന്ന തരത്തിൽ ഈ അരികിൽ കൂടെ ഇതിങ്ങനെ തയ്ച്ച് പോരണം. റൗണ്ടിന് ഇതിങ്ങനെ ചുറ്റും ഇങ്ങനെ ആ വെച്ച തുണിയുടെ മേടിൽ കൂടെ ആ തയ്യലിൻ്റെ തൊട്ട് പറ്റ വെച്ചിങ്ങനെ റൗണ്ടിൽ തയ്ച്ച് പോരണം. ഇത് ഞാൻ ഫ്രണ്ട് നെക്ക് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഇത് ഫ്രണ്ട് നെക്കാണ്. ഇതുണ്ട, ഇതിപ്പോൾ കളർ ഇത് സെയിം തന്നെ ആയതുകൊണ്ട് അറിയുന്നുണ്ടോ എന്ന് അറിഞ്ഞില്ല. ഇങ്ങനെ പതിച്ച് ഈ വെച്ച തുണിയുടെ മേളിൽ കൂടി ഇങ്ങനെ പറ്റ അരികെ കൂടി ഇങ്ങനെ തയ്ച്ച് പോരും. അപ്പോൾ അതേപോലെ നമുക്ക് പോയിൻറ്റഡ് ആയിട്ടുള്ള നെക്കാണെങ്കിൽ ആ പോയിൻറ്റിൻ്റെ അവിടെ വരെ നമ്മളൊന്ന് മുറിച്ച് കൊടുക്കണം. എങ്കിൽ നമ്മൾ ആദ്യം തയ്ച്ച തയ്യൽ മുട്ടുകയും ചെയ്യരുത്. മുട്ടാതെ അതിൻ്റെ ജസ്റ്റ് പറ്റ വരെ ഇങ്ങനെ മുറിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ തയ്ച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് സൂചി കുത്തി നിർത്തിയിട്ട് വീണ്ടും അതേപോലെ ആ ഷേപ്പിൽ ഇങ്ങനെ പറ്റയ്ക്ക് തയ്ച്ചു കൊടുക്കണം. തയ്ച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുണ്ട, നമ്മളിപ്പോൾ ഇവിടെ മാത്രമേ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അതേപോലെ ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ തുണി മുറിയരുത്. ഇത് മാത്രമേ മുറിയാവുള്ളൂ. അങ്ങനെ നമ്മളത് ഇവിടെ എല്ലാം ഇങ്ങനെ ഒരു മുറി ഇങ്ങനെ നൈസായിട്ട് മുറിച്ച് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മുറിച്ച് കഴിയുമ്പോൾ നമുക്കത് ഇങ്ങനെ പതിച്ചടിക്കുമ്പോൾ ആ കഴുത്തിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടും. അല്ലെങ്കിൽ ആ ഷേപ്പ് കറക്റ്റായിട്ട് വരത്തില്ല. അവിടെ ഇങ്ങനെ റൗണ്ടിന് ചെറുതായിട്ട് ആ തുണിയിൽ, അകത്തെ തുണിയിൽ കൊള്ളാത്ത തരത്തിൽ, നമ്മൾ ആ വെച്ചടിച്ച തുണിയിൽ മാത്രം കൊള്ളുന്ന രീതിയിൽ നമ്മളിങ്ങനെ ചെറിയ വെട്ട് കൊടുക്കണം. 1 ഇഞ്ച് 1.5 ഇഞ്ച് ഗ്യാപ്പിൽ. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് നെക്കിൻ്റെ ഷേപ്പ് കിട്ടും. ബാക്ക് പീസും അതുപോലെ പതിച്ചടിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യുക, ഈ പതിച്ചടിക്കുന്നതിന് മുന്നേ തന്നെ കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ കണ്ടോ, ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ കട്ട് ഇട്ടിട്ട് പതിച്ചടിച്ചാൽ മതി. അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബാക്ക് സൈഡിൻ്റെ നല്ല വശം അതുപോലെ തന്നെ
ഈ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും തമ്മിൽ ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് വെക്കുക. വെച്ചിട്ട് ഈ പീസ് ഇങ്ങനെ അകത്തേക്ക് നെക്കിൻ്റെ അകത്തേക്ക് എടുക്കുക. നമ്മൾ വെച്ചടിച്ച പീസ് 2 പീസിലും. എന്നിട്ട് ഈ പതിച്ചടിച്ച തയ്യലും തമ്മിൽ മുട്ടി നിൽക്കണം. ഇങ്ങനെ അത് തമ്മിൽ മുട്ടി നിന്നിട്ട് നമ്മളിങ്ങനെ ഷോൾഡർ പിടിക്കണം. ഇങ്ങനെ ഷോൾഡർ പിടിക്കുമ്പോൾ ഈ ഷോൾഡർ തമ്മിൽ കറക്റ്റായിട്ട് വന്ന് നിൽക്കും. ഇങ്ങോട്ട് ഇച്ചിരി കയറി ഇറങ്ങിയൊക്കെ ഇരുന്നാൽ വലിയ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ കറക്റ്റായിരിക്കണം. ഇതിപ്പോൾ നമ്മൾ എടുക്കുന്ന വീതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ ഇച്ചിരി വ്യത്യാസമൊക്കെ വരും. അത് കുഴപ്പമില്ല. പക്ഷെ അത് ഈ പതിച്ചടിക്കുന്നത് ഈ തയ്യൽ ഈ ജോയിൻറ്റ് കറക്റ്റായിരിക്കണം. ഇവിടെയും കറക്റ്റായിരിക്കണം. ഇവിടെ കറക്റ്റ് അല്ലെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഷേപ്പ് ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തിട്ട്. ഇപ്പോൾ നമുക്കിത് രണ്ടും കറക്റ്റാണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഷോൾഡർ ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കും 2 സൈഡും. അതാണ് നമ്മൾ ഷോൾഡർ ജോയിൻറ്റിന് വേണ്ടി 1/2 ഇഞ്ചും താഴത്തെ ജോയിൻറ്റിന് വേണ്ടി 1.5 ഇഞ്ചും നമ്മൾ തുണി എടുക്കുമ്പോൾ തന്നെ എക്സ്ട്രാ എടുത്തിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ഈ 1/2 ഇഞ്ച് നമ്മളിവിടെ ഇപ്പോൾ ജോയിൻ്റ് ചെയ്ത് പോകും. ഇങ്ങനെ 2 സൈഡും ചെയ്യാം. നമ്മുടെ ഷോൾഡർ 2 സൈഡും ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഷോൾഡർ ജോയിൻ്റ് ചെയ്യുമ്പോൾ 2 സ്റ്റിച്ച് ഇടണേ. മസ്റ്റായിട്ടും 2 സ്റ്റിച്ച് ഇടണം. ഒറ്റ സ്റ്റിച്ച് ആയിരിക്കരുത്. ഇൻ്റർലോക്ക് മെഷീൻ ഉള്ളവരാണെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്യുക. എൻ്റെ കയ്യിൽ ഇൻ്റർലോക്ക് മെഷീൻ ഉണ്ട്. അതിന് എന്തോ ചെറിയ കംപ്ലൈൻറ്റ് കാണിക്കുന്നു. ഇപ്പോൾ നോക്കാൻ നേരമില്ല. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇൻ്റർലോക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ കൈ കണ്ട ഇത് ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് കൈ ജോയിൻ്റ് ചെയ്ത് കൊടുക്കല്ല. ബാക്ക് കൈ ഇങ്ങനെ പുറത്തേക്കും ഉള്ളിലെ കൈയുടെ കുഴി ഇങ്ങനെ കയറിയും ഇരിക്കും. നമ്മളിത് ഇങ്ങനെയാണ് വെട്ടിക്കൊടുത്തേക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ കൈ ജോയിൻ്റ് ചെയ്യും. നമ്മൾ കൈയുടെ പീസ് എടുത്ത് ഇത് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വശം. ഫ്രണ്ട് വശവും തമ്മിൽ തന്നെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യാം. ഈ കൈ തമ്മിലിങ്ങനെ ജോയിൻ്റ് ചെയ്ത് പിടിച്ചിട്ട് ഇതിൻ്റെ ഈ നടുക്കത്തെ പോയിൻ്റ് ഇല്ലേ ഇവിടെ ഒന്നുകിൽ ഇങ്ങനെ ഒരു വെട്ടിട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ മാർക്കിൻ്റെ അവിടെ ഇങ്ങനെ നമ്മൾ നഖം കൊണ്ട് ഇങ്ങനെ ഇതാക്കി കൊടുത്തിട്ട് അത് തുറന്നിട്ട് അതിൻ്റെ ഉൾവശത്ത് ഇങ്ങനെ ഒരു വരയിട്ട് കൊടുക്കുക. അതായത് ഇത് ഷോൾഡറാണ് പോയിൻ്റ്. ഇത് നമ്മുടെ ബാക്ക് നെക്കാണ്, ഇത് നമ്മുടെ ഫ്രണ്ട് നെക്കാണ്. എന്നിട്ട് നമ്മൾ കൈ എടുത്തിട്ട് ഈ ഷോൾഡർ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തയ്ക്കണം. ഇതിപ്പോൾ കണ്ട ഇത് ബാക്കിലെ പീസാണ്, ഇത് ഫ്രണ്ടിലെ കൈയാണ്. അപ്പോൾ ഈ പീസല്ല, ഈ കൈയല്ല ഈ സൈഡിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പീസ് മാറ്റി വെച്ചിട്ട് ഈ പീസാണ്, അത് കറക്റ്റായിട്ട് വരണം. ഇതും ഇതുപോലെ തന്നെ നമ്മൾ കൈ ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഈ പോയിൻറ്റിൻ്റെ അവിടെ നമ്മൾ ഇങ്ങനൊരു വരയിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ നല്ല വശവും തമ്മിൽ ജോയിൻ്റ് ചെയ്യുക. നമ്മൾ ഇട്ട വര ഈ ഷോൾഡർ ജോയിൻറ്റിൽ കറക്റ്റായിട്ട് വയ്ക്കുക. ഇതുണ്ട ഇങ്ങനെ ഷോൾഡർ ജോയിൻറ്റിൽ കറക്റ്റായിട്ട് വയ്ക്കുക. വേണ്ടത് ഇതുണ്ട ഇതിപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്രണ്ട് നെക്ക്. ഈ ഫ്രണ്ട് നെക്കിൽ ഇതുണ്ട അതായത് ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ്. ഈ വര കറക്റ്റായിട്ട് ഈ ഷോൾഡർ ജോയിൻറ്റിൽ വയ്ക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ നോക്കുക. ഇവിടെ നമ്മൾ വെട്ടിയപ്പോൾ അളവ് കറക്റ്റായിരുന്നു. തയ്ക്കുന്ന സമയത്തും ഇതിങ്ങനെ വെച്ച് പിടിക്കുമ്പോൾ കറക്റ്റ് തന്നെ ആണോന്ന് നോക്കുക. അല്ല തയ്ക്കുമ്പോൾ കയറി ഇറങ്ങിയും വരും. ഇത് കണ്ട ഇത് കറക്റ്റാണ് കണ്ട. ഇങ്ങനെ നമ്മൾ ഫ്രണ്ട് കൈ നമ്മൾ ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് നോക്കുക. ഇത് പീസ് കറക്റ്റാണെങ്കിൽ നമുക്കിങ്ങനെ ചുറ്റും ഇങ്ങനെ ഇവിടുന്നേ തുടങ്ങി ഇങ്ങനെ റൗണ്ടിന് അടിച്ചങ്ങോട്ട് പോകാം. എങ്കിലും ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ ഇവിടുന്ന് തയ്യൽ തുടങ്ങണ്ട. നമ്മളത് ഈ ഷോൾഡറിൻ്റെ ഈ വരയും ഇതും ഇങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് തയ്ക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടും തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു തയ്യൽ ഒന്നും കൂടെ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി അറ്റം വരെ ഇട്ട് കൊടുക്കുക. ഞാൻ തയ്ച്ച് കാണിച്ചു തരാം. ജോയിൻ്റ് ചെയ്യുന്ന സമയത്ത് ഈ ജോയിൻ്റ് പീസ് എപ്പോഴും ബാക്കിലേക്ക് തന്നെ വയ്ക്കണം. കണ്ട ബാക്കിലേക്ക് വയ്ക്കുക. അല്ലാതെ ഈ പീസ് ഫ്രണ്ടിലെ നെക്കിൻ്റെ അങ്ങോട്ട് വരരുത്. കണ്ട ബാക്കിലേക്ക് വരിക. വന്നിട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി. ഈ വര
ഈ ജോയിൻ്റ് ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. കണ്ടോ? ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. നമ്മൾ എപ്പോഴും ഈ തയ്യൽ തുമ്പ് ബാക്കിലേക്കായിരിക്കണം. 4 ഇഞ്ച് ഡിസ്റ്റൻസിലാണ് തയ്ച്ചു കൊടുക്കുന്നത്. നമ്മൾ രണ്ടാമത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഇപ്പുറത്തെ സൈഡ് ജോയിൻ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം സ്റ്റിച്ച് ചെയ്തില്ലേ, അതിൻ്റെ ആ തുടങ്ങുന്ന ഏരിയയിൽ തയ്യലങ്ങ് ഊരി വിട്ട് കൊടുക്കണം. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ആ തയ്യൽ ഊരി വിട്ട് കൊടുക്കണം. എന്നിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ തയ്ച്ച് വരണം. ആ ഇട്ട സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് തന്നെ തയ്ച്ച് വരണം. അതായത് ആ ഷോൾഡറിൻ്റെ അവിടെ ഇങ്ങനെ മുള്ളു പോലെ നിൽക്കാതിരിക്കാനാണ് അങ്ങനെ തയ്യൽ ഊരി വിട്ടിട്ട് ചെയ്യുന്നത്. എന്താ അന്നേരം ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് റൗണ്ടായിട്ട് വരത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഷോൾഡർ ഇങ്ങനെ പോയിൻറ്റഡ് ആയിട്ടിരിക്കും. ഇത് കണ്ട ഇങ്ങനെ അതിങ്ങനെ പോയിൻറ്റഡ് ആയിട്ടില്ല. കണ്ട അങ്ങനെ കറക്റ്റ് ഇവിടെ റൗണ്ടായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഒന്നും കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട സ്റ്റിച്ചിൻ്റെ ഒരു തൊട്ട് താഴെയായിട്ട് ഇട്ട് കൊടുക്കുക അടുത്ത സ്റ്റിച്ച്. റൗണ്ടായിട്ട് ഒരൊറ്റ സ്റ്റിച്ച് ഇങ്ങനെ മതി. ആ ഇട്ട സ്റ്റിച്ചിൻ്റെ മേളിൽ കൂടെ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടിപ്പുറത്തൂടെ ഇട്ട് കൊടുക്കുക. കറക്റ്റ് റൗണ്ടാക്കി ഇട്ട് കൊടുക്കുക. കൈയുടെ എൻഡില്ലേ, ഇത് നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഒരു 4 ഇഞ്ച് ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഒന്നുകൂടെ മടക്കുക. ആദ്യം മടക്കിയതിനേക്കാൾ ഇത്തിരി വീതിക്കായിട്ട് ഇങ്ങനെ മടക്കുക. എല്ലായിടും ഒരേ വീതി ആയിരിക്കണം. തയ്ക്കുന്നത് കറക്റ്റ് എൻഡിൽ കൂടെ ആയിരിക്കണം. വളഞ്ഞും പൊളഞ്ഞൊന്നും പോരുത്. അതൊക്കെയാണ് അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. അങ്ങനെ സ്ട്രെയിറ്റ് ആയിരിക്കണം സ്റ്റിച്ച്. അല്ല അത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഈ കൈ തമ്മിലിങ്ങനെ ചേർത്ത് പിടിക്കുക. ഇവിടെ ഇതിങ്ങനെ ചേർത്ത് പിടിക്കുക. ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇവിടെ നോക്കുക. അതേ കണ്ട, ഇതിങ്ങനെ ഇവിടെ കറക്റ്റായിട്ട് പിടിക്കുമ്പോൾ ഇവിടെ ഈ ജോയിൻറ്റും തമ്മിൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇതാണ് നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റാണെന്ന് അറിയുന്നത്. അങ്ങനെയാണ് ഇതിങ്ങനെ പിടിച്ചു കൊടുക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇത് ഈ തയ്യൽത്തുമ്പോൾ മേളിലേക്കാക്കി പിടിക്കുക. ഇതിങ്ങനെ എപ്പോഴും ഇത് വെച്ച് കൊടുക്കുമ്പോൾ ഈ ജോയിൻറ്റും കറക്റ്റായിരിക്കണം. ഉണ്ടോ? ഇങ്ങനെ ഇരിക്കണം. ഉണ്ടോ? ഇതും ഒരേപോലെ വരണം. 2 കൈയുടെ അങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാം. ഇവിടെയും കറക്റ്റായിരിക്കണം. ഉണ്ടോ? എന്നിട്ട് നമുക്കത് ഇവിടുന്ന് ഒരു 3/4 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. 3/4 ഇഞ്ച് 1 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ എന്തോരം തയ്യൽ തുമ്പിടുന്നു അതുപോലെ. അത് നിങ്ങൾക്ക് എന്തെങ്കിലും വളഞ്ഞു പോകുന്ന സംശയം ഉണ്ടെങ്കിൽ ലൈൻ വരച്ചു കൊടുത്തിട്ട് തയ്ക്കുക. ഇതുണ്ട, ഇത് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വെച്ച് കൊടുക്കണം, ബാക്കിലോട്ടല്ല. ഇങ്ങനെ മുകളിലേക്കാക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ തയ്യലും കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തണം. കണ്ടോ? എന്നിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് 1 ഇഞ്ച് ഗ്യാപ്പ്. ഈ സ്റ്റിച്ച് നമ്മൾ എവിടം വരെ തയ്ച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ
സ്ലിറ്റ് തുടങ്ങൂലേ, സ്ലിറ്റ് തുടങ്ങുന്ന 19 ഇഞ്ച് അത് ഇവിടെയാണ്. ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. ആ അവിടെ 19 ഇഞ്ച് ആ സ്ലിറ്റ് തുടങ്ങുന്ന ഗ്യാപ്പ് മാർക്ക് ചെയ്യില്ല. അത് മാർക്ക് ചെയ്തിട്ട് അവിടം വരെ കൊണ്ടുവന്ന് തയ്ച്ച് കുത്തി നിർത്തുക. ഞാൻ കാണിച്ചു തരാം. തയ്ച്ചുണ്ട് ഇതിങ്ങനെ ഈ തയ്യലും അമ്മി ഒരുമിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ തയ്ച്ച് കൊണ്ടുവന്ന് നമ്മളിത് ഇവിടെയാണ് നമ്മുടെ ഇത് മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ 1 ഇഞ്ച്. ആ 1 ഇഞ്ച് കറക്റ്റായിട്ട് ഇങ്ങനെ എൽ ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ സ്റ്റിച്ച് വന്നേക്കുന്നുണ്ടോ, സ്റ്റിച്ച് ഇങ്ങനെ ഇവിടെ 1.5 ഇഞ്ച് ഗ്യാപ്പുണ്ട്. അവിടെ നിന്ന് 1.5 ഇഞ്ചാണ് നമ്മളിവിടെ തയ്യൽ തുമ്പ് വിട്ടത്. ആ 1.5 ഇഞ്ചിൽ നിന്ന് തയ്ച്ച് ഇവിടെ എത്തുമ്പോൾ 1 ഇഞ്ചാക്കി ഉണ്ടോ. എന്നിട്ട് നമ്മൾ ആ 1 ഇഞ്ച് ഇവിടെയാണ് നമ്മൾ ആ കറക്റ്റ് സീറ്റ് മാർക്ക് ചെയ്ത് കൊടുത്തത്. അവിടെ കൊണ്ടുവന്ന് നമ്മൾ തയ്യൽ സൂചി കുത്തി നിർത്തും. എന്നിട്ട് വീണ്ടും ബാക്കിലേക്ക് എടുത്തിട്ട് തയ്ച്ച് ഇത്ര വരെ കൊണ്ടുവരും. എന്നിട്ട് ഇങ്ങനെ ഞാൻ തയ്ച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ തയ്ച്ചെടുത്തേക്കുക. വേണ്ട ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് തയ്ച്ച് കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ നിർത്തിയേക്കുക. വേണ്ട എന്നിട്ട് ഇവിടെ കുത്തി നിർത്തിയിട്ട് വീണ്ടും ഇങ്ങനെ ബാക്കിലേക്ക് തയ്ച്ച് ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കി കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനി നമുക്ക് സ്ലിറ്റ് തയ്ക്കണം. സ്ലിറ്റ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ട ഈ 1 ഇഞ്ചാണ് നമ്മുടെ കറക്റ്റ്. ഇവിടെ ഇങ്ങനെ വന്ന് കറക്റ്റ് നിൽക്കണം. ഈ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് ഇതാണ് നമ്മുടെ ലൈൻ. ഇതിപ്പോൾ കൺഫ്യൂഷൻ ഉള്ളവരാണെങ്കിൽ 1 ഇഞ്ച് അറ്റം വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ തയ്ച്ച് കുറേ കാലമായിട്ട് തയ്ക്കുന്നതുകൊണ്ട് എനിക്കൊരു ഐഡിയ ഉണ്ട്. ഇതണ്ട 1/2 ഇഞ്ച് നമ്മളിങ്ങനെ മടക്കി കൊടുക്കുക. കോട്ടൺ തുണിയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി. അല്ല നമ്മുടെ ആ സിന്തറ്റിക് തുണിയൊക്കെ ആണെങ്കിൽ ആ മടക്ക് അങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ അറേഞ്ചിൽ ഇങ്ങനെ ഒരു തയ്യൽ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ അറേഞ്ചിലൊരു തയ്യൽ ഇങ്ങനെ അറ്റം വരെ ഇങ്ങനെ അറേഞ്ചിലിങ്ങനെ വേണ്ട ഈ അറേഞ്ച് ഇങ്ങനെ എടുത്തിട്ട് കോട്ടൺ ആണെങ്കിൽ നമുക്കിങ്ങനെ അതേ നഖം കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് അവിടെ ഇരുത്തിയാണെങ്കിൽ അവിടെ ഇരുന്നോളും. കണ്ട അത് പിന്നെ അവിടെ നനങ്ങത്തില്ല. സമയം സിന്തറ്റിക് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ നടുക്കൂടെ ഒരു തയ്യൽ, നടുക്കൂടെ അറ്റത്തൂടെ ഒരു തയ്യൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് കണ്ട ഇങ്ങനെ അങ്ങ് ഇരിക്കുക. കണ്ട ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ കണ്ട് തയ്യലിട്ടെടുക്കുക. ഓരോ പീസും സെപ്പറേറ്റ് ആക്കിയിട്ട് ഇതിങ്ങനെ 1/2 ഇഞ്ചിലിങ്ങനെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തിട്ട് വീണ്ടും നമ്മുടെ ആ ലൈനിലേക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് ആ ലൈനായിരിക്കണം നമ്മൾ പിടിക്കേണ്ടത്. അത് കണ്ട ഈ ലൈനിൻ്റെ അവിടെ വെച്ച് ഇങ്ങനെ മടക്കണം. ഉണ്ടോ എന്നിട്ടിങ്ങനെ ആക്കി കൊടുക്കുക. ഉണ്ടോ എന്നിട്ട് ആ ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ അറ്റം വരെ അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇതുണ്ട് ഇങ്ങനെ ഒന്ന് നിൽക്കണം. ഇതിങ്ങനെ കറക്റ്റായിരിക്കണം. ആ ലൈനിൻ്റെ അവിടെ ആയിരിക്കണം. നമ്മളെ മടക്ക് വരുന്നത് ആ ലൈനിലായിരിക്കണം. ഉണ്ടോ ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ആ ലൈനിൻ്റെ ഇതിൽ നമ്മൾ തുണി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അറ്റം വരെ ഇങ്ങനെ ഒരു ഗ്യാപ്പിൽ അതെങ്ങനെയാണോ പിടിച്ചേക്കുന്നത് അത് ഇവിടെ വരെ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കയ്യിലിങ്ങനെ ഇട്ട് മടക്കിയിട്ടത് ഇങ്ങനെ കോട്ടൺ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ ഉണ്ടോ ഇതുണ്ടോ ഒന്ന് ചെയ്ത് ഇങ്ങനെ കറക്റ്റായിട്ട് ആ ഗ്യാപ്പ് കറക്റ്റ്. ഇതിപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് അല്ല സ്ലെൻഡിങ് ആയിട്ടാണ് വെട്ടിയേക്കുന്നത്. അപ്പം അതിങ്ങനെ ഇതുണ്ട ഇങ്ങനെ അറ്റം വരെ ഇങ്ങനെ ഒരു 3 വിരലിങ്ങനെ വെച്ച് കൊടുത്തിട്ട് 2-3 വിരലിങ്ങനെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുന്നത് കണ്ട. 2 വിരലിങ്ങനെ വയ്ക്കുക. ഇങ്ങനെ ആക്കാം. വീണ്ടും ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ ആക്കാം. ഇങ്ങനെ ആക്കാം. കോട്ടൺ ആണെങ്കിൽ ഈ പരിപാടി നടക്കും കേട്ടോ. അല്ലാത്തത് നടക്കില്ല. കണ്ട ഇത് ഫുള്ള് ഒരൊറ്റ വീതി ആയിരിക്കണം. ഇങ്ങനെ ആക്കി വെച്ചിട്ട് നമുക്കിതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ആക്കി വെക്കുക 2 സൈഡും. ഈ സൈഡ് ഇങ്ങനെ ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ അടുത്ത സൈഡും ചെയ്യുക. അതിൻ്റെ ഇപ്പുറത്തെ വശം അതും ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് ഇങ്ങനെ മടക്കി വിടുക. ഇതേ നമ്മൾ ഒരു മടക്ക് ഇങ്ങനെ മടക്കി ഈ അറ്റം വരെ കൊണ്ടുവന്നു. രണ്ടാമത്തെ മടക്കും അതേ കൂട്ട് മടക്കി വേണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ ആ സെയിം ഇതിൽ നമ്മൾ ഇങ്ങനെ മടക്കി ഇവിടം വരെ കൊണ്ടുവന്ന് വേണ്ട ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തും. ഞാൻ നമ്മൾ കുത്തി നിർത്തിയ പോയിൻറ്റിൻ്റെ അവിടെ ഇങ്ങനെ ഇതാക്കി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത പീസിലും ഇതേപോലെ തന്നെ ഒരു മടക്ക് നമ്മളിങ്ങനെ മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക്
കോട്ടൺ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മടക്കിയിട്ട് ഒരു തയ്യലിട്ട് കൊടുക്കുക. കോട്ടൺ ആണെങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ മടക്കി മാത്രം വെച്ചാൽ മതി, തയ്ക്കണ്ട. അല്ലെങ്കിൽ ഒരു തയ്യലിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഉണ്ട്, ഇവിടെ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഒരു വി പോലെ വരും. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനിത് ഈ അരികിൽ നിന്ന് ഇങ്ങനെ അരിക്കണം, കണ്ട പറ്റായിരിക്കണം, വളഞ്ഞും പൊളഞ്ഞും ഒന്നും പോകരുത്. ഇങ്ങനെ ഈ അരികിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ചിട്ട്, നിങ്ങൾക്കിത് ചെയ്യാൻ ബാലൻസ് ഇല്ലെങ്കിൽ മെഷീനിലെ സ്റ്റിച്ച് ഏറ്റവും വലുതാക്കി ഇടുക. എന്നിട്ട് ഒറ്റ സ്റ്റിച്ചിട്ട് അറ്റം വരെ പോവുക. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ കുത്തി നിർത്തണം. ഈ പോയിൻറ്റിൻ്റെ നേരെ ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തുക സൂചി. എന്നിട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ഈ പീസ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കുത്തി നിർത്തുക. എന്നിട്ട് ഇങ്ങനെ സ്ട്രൈറ്റായിട്ടൊരു തയ്യലിട്ട് കൊടുക്കുക. പിന്നെ ഇതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് തയ്ച്ചു കൊടുക്കുക. ബാലൻസ് ഇല്ലാത്തവരാണെങ്കിൽ തയ്യൽ ഏറ്റവും വലുതാക്കി ഇടുക. അങ്ങനെ ഒരു തയ്യൽ ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ചെറിയ സ്റ്റിച്ചാക്കിയിട്ട് വീണ്ടും തയ്ക്കുക. എന്നിട്ട് ആദ്യം തയ്ച്ച വലിയ സ്റ്റിച്ച് ഊരിക്കളയുക. അപ്പം നമുക്ക് ഇതൊന്ന് ചെയ്യാം. സൂചി കുത്തി നിർത്തി തുണി നമ്മൾ സ്റ്റാൻഡ് പൊക്കിയിട്ട് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി സ്റ്റാൻഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടുത്ത പീസിലേക്ക് വരിക. അടുത്ത പീസിലേക്ക് വരുമ്പോൾ ഉണ്ടോ ഇങ്ങനെ വരും. എന്നിട്ട് ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് വെച്ചിട്ട് ഒരു തയ്യലിട്ട് കൊടുക്കുക. അതും ഇതിൻ്റെ പറ്റ കൊണ്ടുവന്ന് ഇങ്ങനെ സൂചി കുത്തി നിർത്തുക. എന്നിട്ട് സ്റ്റാൻഡ് പൊക്കുക, തുണി ഇങ്ങനെ തിരിക്കുക, തിരിച്ചിട്ട് സ്റ്റാൻഡ് ഇടുക. എന്നിട്ട് വീണ്ടും അരികിൽ കൂടെ താഴേക്ക് തയ്ച്ച് വിടുക. സൈഡിലുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്ത സൈഡിലും ചെയ്യാം. ഇനി നമുക്ക് ചുരിദാറിൻ്റെ അടിഭാഗവും ഇതുപോലെ തന്നെ ഒരു മടക്ക്, 1/2 ഇഞ്ചിൻ്റെ ഒരു മടക്ക്, പിന്നെ അതിനേക്കാളും ലേശം കൂടെ കൂടുതലായിട്ട് ഒരു മടക്ക് കൂടെ അങ്ങനെ മടക്കിയിട്ടിട്ട് ഇവിടെ നമുക്കിങ്ങനെ അരികെ കൂടെ തയ്ച്ചു കൊടുക്കാം. ഇനി നമ്മൾ സ്ലിറ്റും അടിച്ച് താഴെയും മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനി നമുക്ക് ലാസ്റ്റത്തെ ഒരു സ്റ്റെപ്പെന്ന് പറയുന്നത് ഷേപ്പ് ചെയ്യണം, കഴുത്ത് ഹെമ്മിങ് ചെയ്യണം, ടക്സ് ഇട്ട് കൊടുക്കണം. പിന്നെ ടക്സ് ഇടാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഷോൾഡറിൻ്റെ ഇവിടെ വെക്കുക. വെച്ചിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കൈക്കുഴിയുടെ താഴെ, അതായത് ഒരു 8.5 ഇഞ്ച് മുതൽ 16.5 ഇഞ്ച് വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ കറക്റ്റ് നടുക്ക് ഭാഗം, അതായത് ഇവിടെ ഈ ഷോൾഡറിൻ്റെ നടുക്ക് ഭാഗത്തു നിന്നായിരിക്കണം നമ്മൾ ഈ ടക്സ് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരും 8.5 മുതൽ 16.5 വരെ. എന്നിട്ട് നമ്മളത് ഇതിൽ ഈ 8.5 മുതൽ 16.5 വരെ ഇങ്ങനെ ഒരു വര ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു വര ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ചെയ്യുക.
ഷോൾഡറിൻ്റെ നടുക്ക് ഭാഗം ഇത് ഇവിടെ, ഈ ഷോൾഡറിൻ്റെ നടുക്ക് ഭാഗത്തുനിന്ന് 8.5 മുതൽ 16.5 വരെ ഇതുണ്ട്. ഈ ലൈൻ ഉണ്ടണ്ട, ഇങ്ങനെ സ്ട്രൈറ്റ് ആയിരിക്കും, ഉണ്ട് 16 വരെ. എന്നിട്ട് നമുക്ക് ഇതും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് വെച്ചാൽ ഈ പീസ് ഇങ്ങനെ എടുക്കുക. ബാക്ക് പീസിലാണ് ഇട്ടത്. ഇതിങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇങ്ങനെ നഖം വെച്ച് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നമ്മൾ ഈ ഷേപ്പിൽ തയ്ക്കണം. ഇത് ഇവിടെ പോയിൻറ്റഡ് ആയിരിക്കണം. ആ തുടങ്ങുന്നിടവും തീരുന്നിടവും ഇങ്ങനെ പോയിൻറ്റഡ് ആയിരിക്കണം. എന്നിട്ട് നടുക്കോട്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ തയ്ച്ചു കൊടുക്കണം. നടുക്ക് മാത്രം ഒരു 1/4 ഇഞ്ച് വീതി ഉണ്ടാവണം. ഇങ്ങോട്ട് വരുന്തോറും കുറഞ്ഞ് ഇവിടെ വന്ന് അവസാനിക്കണം. ഇതേപോലെ അപ്പുറത്തെ വശവും ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കഴുത്ത് ഹെമ്മിങ് ചെയ്യേ. അതിന് നമ്മളത് ഇതിപ്പോൾ ബാക്ക് നെക്കാണ്. ബാക്ക് നെക്ക് നമ്മളത് ആദ്യം ഇങ്ങനെ വെട്ടി വിട്ടിട്ടുണ്ട്. ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ആ തയ്യലിൽ മുട്ടാതെ വെട്ടി വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു തയ്യൽ പതിച്ചടിച്ച്, ആ പതിച്ചടിച്ച തയ്യലിൻ്റെ അവിടെ നിന്ന് നമ്മളിങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇങ്ങനെ ആക്കിയിട്ട് ആ തുണി നമ്മളിങ്ങനെ പിടിക്കുക. പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഹെമ്മിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം കെട്ടിടുവാണേ. ഇത് ഹെമ്മിങ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ചുരിദാറിൻ്റെ തുണിയിൽ നൈസായിട്ട് ഇങ്ങനെ കുത്തുക. എന്നിട്ട് ഈ വെച്ചടിച്ച തുണിയിൽ നല്ല രീതിയിൽ ഇങ്ങനെ കയറ്റി കുത്തിയെടുക്കുക. അത് വേണ്ട. എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് ഡിസ്റ്റൻസ് ഇതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ ഇതിൽ നൈസായിട്ട് ഇതാക്കുക. മേളത്തെ തുണിയിൽ ഇങ്ങനെ മേപ്പോട്ട് കുത്തി എടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഫുള്ളിങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ഡ്രസ്സ് ഫുള്ള് തയ്ച്ച് കഴിഞ്ഞ് ഇത് നെക്ക് ഉണ്ട, നെക്ക് പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടിയുണ്ട്. ഇത് ഫ്രണ്ട് നെക്ക്, ബാക്ക് ഉണ്ട്, ബാക്ക് നെക്ക് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇതുണ്ട് ഇവിടെ ടക്സ് ഉണ്ട്. ടക്സ് ഇങ്ങനെ ടക്സ് ഇട്ടിട്ടുണ്ട്. ഉണ്ടോ? ഇതിന് ഒന്ന് അയൺ ചെയ്തിട്ട് അവർക്ക് കൊടുക്കണം. അയൺ ചെയ്യാനായിട്ട് കറണ്ടില്ല. കറണ്ട് വന്നിട്ട് അയൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.